വിശ്വതാണ്ഡവം. രചന ജിഫ്ന നിസാർ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എം നൂഞ്ഞേരി. രാത്രിയിൽ കുളിയൊക്കെ കഴിഞ്ഞു വന്ന് ഷെൽഫിൽ നിന്ന് മാറാനുള്ള ഡ്രസ്സ് വലിച്ചെടുക്കുന്നതിനിടെയാണ് വിശ്വ വീണ്ടും മിത്ര തിരികെ കൊടുത്തുവിട്ട ഷർട്ട് കാണുന്നത്. കയ്യിലെടുത്ത ഡ്രസ്സ് കിടക്കിലേക്ക് ഇട്ടുകൊണ്ടവൻ ആ ഷർട്ട് കയ്യിലെടുത്തു. അന്നുവരെ അനുഭവിക്കാത്ത മത്ത് പിടിപ്പിക്കുന്ന ഒരു ഗന്ധമുണ്ടതിന്. അവനറിയാതെ തന്നെ ആ ഗന്ധം പിടിച്ചടക്കിയ പോലെ അവനത് ആസ്വദിച്ചുകൊണ്ട് വീണ്ടും വീണ്ടും ഷർട്ട് മുഖത്തിനോട് ചേർത്ത് വെച്ചു. പക്ഷെ താൻ ചെയ്യുന്നതിൽ ശരികേട് പിടച്ചിലോട് അവനത് മുഖത്തുനിന്ന് എടുത്തു മാറ്റി. സ്വയം തലയിലും തട്ടിക്കൊണ്ട് അവനൊന്ന് ശ്വാസമെടുത്തു. പക്ഷെ ആ ഷർട്ട് കാണുമ്പോൾ അതിലെ ഗന്ധം വീണ്ടും വീണ്ടും അവന്റെ ചുറ്റും വട്ടമിട്ട് പറക്കുമ്പോൾ ഉള്ളിൽ തോന്നുന്നതൊക്കെയും ചീത്ത ചിന്തകൾ മാത്രമാണ്. അവനെത്ര വേണ്ടെന്ന് വെച്ചിട്ടും ഹൃദയത്തിൽ മിഴിവോടെ നിൽക്കുന്ന അത് ഇട്ട് നിൽക്കുന്ന മിത്രയുടെ രൂപമാണ്. ആ കാഴ്ച നേരിട്ട് കണ്ട അന്ന് പോലും തോന്നാത്തൊരു പരവേശം. അവനും തലകുടഞ്ഞു. അവളെ പ്രണയിക്കുക എന്നല്ല, മിത്രയുടെ നിസ്മേത്തുവിനെ പ്രണയിച്ച് ചതിക്കുക എന്നാണ് തന്റെ ജോലി. അതിന് ഇത്രയും വികാരങ്ങളും വിചാരങ്ങളൊന്നും ആവശ്യമില്ല. ആ ഷെൽഫിന്റെ മിററിന് മുമ്പിൽ നിന്നിട്ട് വിശ്വ അവനെ തന്നെ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. കൈയുള്ള ഷർട്ടിലെ ഗന്ധമൊന്നു കൂടി നുകരാനുള്ള ചീത്തക്കോതി അടക്കിക്കൊണ്ട് തന്നെ വിശ്വ അത് തിരികെ വെച്ചു. ശേഷം കിടക്കയിൽ അവൻ എടുത്തു വെച്ച ഡ്രസ്സ് ധരിച്ചു. തല ഒന്നുകൂടി തുടച്ചിട്ട് നനഞ്ഞ തോർത്തും വിരിച്ചിട്ട് ഫോണുമായി ബെഡിലേക്ക് കിടന്നു. സമയം 10 മണിയൊന്നും ആയിട്ടില്ല. പക്ഷേ പുറത്തെ സിറ്റ് ഔട്ടിലേക്ക് പോലും ഇറങ്ങാതെ വന്ന മുതൽ അകത്ത് ഒരേ ഇരിപ്പാണ്. പുറത്തേക്ക് ഇറങ്ങിയ തൊട്ട് മുന്നിലെ വീട്ടിൽ നിന്ന് മിത്രയോ ടീനെയോ കാണുമോ എന്നുള്ള ആശങ്ക. ഈട് വെച്ച് അവർ തന്നെ കാണാനുള്ള ടൈം ഇതല്ലെന്നുള്ള വിശ്വയുടെ തോന്നൽ അതാണ് അവനെ പിന്തിരിപ്പിക്കുന്നു. അതിനിടയിൽ മുരുകൻ വീട്ടിലേക്ക് വിളിച്ചപ്പോൾ അവനോടൊപ്പം കൂടി അവരോട് കുറെ സംസാരിച്ചു. മല്ലി ഏറെക്കുറെ ഓക്കെ ആയിട്ടുണ്ട്. പക്ഷെ എന്നിട്ട് ഇപ്പോഴും അമ്മേനെ പുറത്തുനിന്ന് വിടുന്നില്ല വിശ്വണ്ണ. എനിക്ക് സ്കൂളിൽ പോകണം, കളിക്കണം എന്നൊക്കെയുള്ള മല്ലിയുടെ കുറെ പരാതികളും പരിഭവങ്ങളും കേട്ടു. അമ്മയുടെ പേടി കൊണ്ടാവുമെന്നും അസുഖം കുറച്ചുകൂടി ഭേദമാകുമ്പോൾ അണ്ണൻ തന്നെ അവരോട് നിന്നെ സ്കൂളിൽ വിടാനും കളിക്കാൻ വിടാനും എല്ലാം പറഞ്ഞോളാമെന്നും പറഞ്ഞിട്ട് വിശ്വ അവളെ ആശ്വസിപ്പിച്ചു. അന്ന് രാത്രിയിലേക്ക് വേണ്ട ഭക്ഷണം അവർ രണ്ടാളും കൂടിയാണ് ഉണ്ടാക്കി കഴിച്ചു. എല്ലാം കഴിഞ്ഞു വന്ന് കുളിച്ച് കിടന്നതാണ്. പുതുതായി എടുത്ത നമ്പറിൽ രാഹുൽ, അഖിലും, അരോഷിയും, മുരുകനും പിന്നെ മിത്രയും മാത്രമാണ് കോണ്ടാക്ട് ആയിട്ടുള്ളത്. പക്ഷേ വിശ്വ അതുവരെ ഉപയോഗിച്ച നമ്പറിൽ കുറേയേറെ മെസ്സേജുകൾ വന്ന് കിടപ്പുണ്ട്. പുതിയ ജോലി കിട്ടിയത് പറയാത്ത പരാതികളും ഇപ്പൊ കാണാനേ ഇല്ലല്ലോ എന്നുള്ള പരിഭവങ്ങളും പിന്നെ കോറിയിലെ ജോലിക്ക് വരുന്നില്ലേ എന്ന് അതിന്റെ മുതലാളിയുടെ മെസ്സേജ്. അങ്ങനെ എല്ലാവരെയും പരിഗണിച്ച് ചെറിയൊരു ചിരിയോടെ അവൻ എല്ലാവർക്കും മറുപടി കൊടുത്തു. അത് മാറ്റി വെച്ചിട്ട് വീണ്ടും അവൻ പുതിയ ഫോൺ എടുത്തു. അതിലാരും മെസ്സേജ് അയച്ചിട്ടില്ല. മിത്രയുടെ നമ്പർ എടുത്തിട്ട് അതിലേക്കൊരു ഹായ് അയച്ചിടുമ്പോൾ വീണ്ടും അവൻ ആ ഗന്ധം ഓർമ്മ വന്നു. അതോടൊപ്പം തന്റെ മനസ്സിൽ അന്നേരം ഉണ്ടായിരുന്ന ചീത്ത ചിന്തകളൊക്കെ ഓർമ്മ വന്നു. അവൻ ആ ലഹരിയിലിരിക്കെ തന്നെ മിത്ര തിരിച്ചൊരു ഹായ് അയച്ചിരുന്നു. അതോടെ വീണ്ടും അവനെ നെഞ്ചിരിപ്പ് കൂടി. ആ ഷർട്ട് കിട്ടി കേട്ടോ. അന്നും ഫോർമാലിറ്റി ഒന്നും കാണിക്കാതെ വിശ്വ നേരെ കാര്യത്തിലേക്ക് കടന്നു. ഇയാളുടെ തലവേദന മാറിയില്ലേ? ഇന്നും കണ്ടില്ലല്ലോ. മിത്ര എഴുതി അയക്കുമ്പോൾ അത് വായിക്കുന്ന വിശ്വക്ക് ചിരി വരുന്നുണ്ട്. ഏയ്, ഫോണിൽ നോക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് റിപ്ലൈ വൈകുന്നത്. ഞാൻ വിളിക്കണോ? അവളുടെ ആ വോയിസ് മെസ്സേജ്. വിശ്വ ഒന്ന് വിറച്ചു. അവനത് വീണ്ടും കേട്ടു. അല്ലടോ, ഇന്ന് നോക്കിയാ തലവേദന കുറഞ്ഞു. അവൻ വേഗം എഴുതിയിട്ടു. പക്ഷേ വളരെ സ്പീഡിലാണ് മിത്ര എഴുതി അയക്കുന്നത്. അവനതിനൊപ്പം എത്തുന്നില്ലെന്നാണ് സത്യം. അത് അവളോട് പറയാനും വയ്യ. കുറഞ്ഞിട്ടുള്ളൂ, പൂർണ്ണമായിട്ട് മാറിയിട്ടില്ലേ? ആ, ഇന്നലത്തേക്കാൾ ഇന്ന് ഓക്കെയാണ്. അത്രയും കുറഞ്ഞു. അപ്പൊ നാളെ ഇതിനേക്കാൾ ഓക്കെ ആവും. എഴുതി അയക്കുമ്പോൾ വിശ്വക്കൊരു ചിരിയുമുണ്ട്. എന്താണ് വിശ്വ ഇത്? സ്വന്തം ആരോഗ്യത്തിന് കാര്യം ഇങ്ങനെയാണ് കൊണ്ടുപോകുന്നത്? അതും ഇന്നത്തെ കാലത്ത് 2-3 ദിവസമൊക്കെ തലവേദന ഉണ്ടായിട്ട് ഡോക്ടറെ കാണിക്കാതെ. എഴുതാൻ ക്ഷമയില്ലാത്ത പോലെ മിത്രയുടെ വോയിസ് മെസ്സേജ്. വിശ്വ അത് 2 പ്രാവശ്യം കേട്ടു. അവന്റെ ചിരിക്ക് കൂടുതൽ ഭംഗിയേറി. അതൊന്നുമല്ലടോ, പൊതുവെ ഞാൻ മരുന്നഴിക്കാൻ കുറച്ച് മടിയുള്ള കൂട്ടത്തിലാണ്. തലവേദന ഉറങ്ങിയാലും വെള്ളം കുടിച്ചാലും മാറുമല്ലോ. എനിക്കങ്ങനെ മാറുകയും ചെയ്യാറുണ്ട്. അങ്ങനെ ആവട്ടെ എന്ന് കരുതി കാത്തുനിന്നാ. അല്ലാതെ ഇപ്രാവശ്യം വിഷയം വോയിസ് മെസ്സേജ് അയച്ചു. മാറില്ലെന്ന് 2-ാം ദിവസം മനസ്സിലായല്ലോ. അന്ന് ഡോക്ടറെ കാണിക്കായിരുന്നില്ലേ? ആളും ഇടാനുള്ള ഭാവമില്ല. സോറി മാം, ഇനി ആവർത്തിക്കില്ല. ഒടുവിൽ വിശ്വ ഒരു ചിരിയോടെ ചൊല്ലിട്ടു. എന്നോട് തന്നെ സാർ സോറി പറയുന്നത്. സ്വന്തം ആരോഗ്യം സ്വന്തം ഉത്തരവാദിത്ത. ഹെൽത്ത് ഉണ്ടെങ്കിലേ ലൈഫുള്ളൂ. അതാ ഓർക്കേണ്ടത്. മിത്രയും ഗൗരവത്തിലാണ്. ഓ, ഇനി മുതൽ ഓർത്തുകൊള്ളാമേ, അവനൊരു താളത്തിൽ പറഞ്ഞു. അതിന് മിത്ര ചിരിക്കുന്ന 2 ഇമോജി തിരിച്ചയച്ചു. സത്യത്തിൽ സംസാരിച്ച് അറിയാതെ തന്നെ അവരുടെ ഇടയിൽ ഒരു സൗഹൃദം രൂപപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. മിത്രക്കൊരു ടൈപ്പിംഗ് കൊണ്ട് പിടിച്ചെടുക്കാൻ കഴിയില്ലെന്ന് തോന്നുമ്പോൾ വിശ്വവേഗം വോയിസിലേക്ക് മാറും. അന്നും വീണ്ടും കാണാമെന്ന് പറഞ്ഞിട്ട് മിത്ര തന്നെയാണ് ആ സംസാരം അവസാനിപ്പിച്ച് മടങ്ങിയത്. പക്ഷെ അപ്പോഴും അതുവരെയുള്ള നിമിഷങ്ങളിൽ നിന്നും പകർന്നു കിട്ടിയ പുഞ്ചിരി രണ്ടുപേരുടെയും ചുണ്ടിൽ അതുപോലെ തന്നെ ഉണ്ടായിരുന്നു. 2-3 ദിവസം ചെല്ലാത്തതിന്റെ നിറയെ തിരക്കുകളിലേക്കാണ് വിശ്വ പിറ്റേന്ന് ക്യാൻറ്റീനിലേക്ക് ചെന്നത്. അവൻ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ നല്ല രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്.
വിശ്വയെ അവന്റെ സ്വഭാവത്തെയും നേരിട്ടറിഞ്ഞുകൊണ്ടായിരിക്കും തുറന്നു പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് അത്രയും ദിവസമായിട്ടും പിന്നെ ഒരു പ്രശ്നത്തിന് ആരും അങ്ങോട്ട് വരാത്തതും. പക്ഷെ അണിയറയിൽ നിതിനും കൂട്ടരും നല്ലൊരു അവസരം കാത്തിരിപ്പുണ്ടെന്ന് രാഹുൽ അവൻ അറിയിച്ചിട്ടുണ്ട്. വിശ്വയും കരുതിക്കൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. നിതിനെ വെറുപ്പിക്കാതെ ആ കൂടെ തന്നെ നിന്നിട്ട് എന്താണ് അവന്റെ പ്ലാൻ എന്നറിയണമെന്ന് വിശ്വ പറഞ്ഞുകൊണ്ട് രാഹുൽ തൽക്കാലം ഇത്രയെ വിട്ട് നിതിന്റെ പുറകെ തന്നെയാണ്. അത്രയും ആളുകൾക്ക് മുന്നിൽ വെച്ചുകൊണ്ട് വിശ്വയെ പേടിച്ചിട്ടാണെങ്കിൽ പോലും രാഹുൽ കൃത്യസമയത്ത് മറികണ്ണം ചാടിയുകൊണ്ടാണ് താൻ അവിടെ അപമാനിക്കപ്പെട്ടെന്നൊരു തോന്നലിന്റെ വലിയൊരു നീരസം തന്നെ നിതിന് രാഹുലിനോടുണ്ട്. പക്ഷേ അതവൻ പ്രകടമായി കാണിച്ചിട്ടില്ല. നിലവിൽ രാഹുൽ വിശ്വക്ക് നേരെ ചൂണ്ടെറിയാനുള്ള നിതിന്റെ ഇരയാണ്. മുമ്പ് ക്വാറയിലെ കണക്കും കാര്യങ്ങളും മാനേജ് ചെയ്തുകൊണ്ട് പോയൊരു അറിവുള്ളതുകൊണ്ട് ക്യാൻറ്റീനിലെ കാര്യങ്ങളും വിശ്വക്ക് ഭയമൊന്നുമില്ല. അത്യാവശ്യം എന്താണെന്ന് തിരിച്ചറിയാനുള്ള കഴിവും അതിനുവേണ്ടി അതുപോലെ ചെയ്യാനുള്ള ആത്മാർത്ഥതയുണ്ടെന്നുള്ളത് തന്നെയാണ് അവന്റെ ധൈര്യവും. അങ്ങോട്ട് വന്നവരിൽ ഏറെ പേരും ക്യാഷ് കൗണ്ടറിലാന്ന് വിശ്വയെ കണ്ടിട്ട് അവന്റെ അരികിലേക്ക് ചെന്നു. 2 ദിവസം കണ്ടില്ലല്ലോ, എന്ത് പറ്റിയെന്ന് ചോദിച്ചുകൊണ്ട് അവന്റെ ചുറ്റും കൂടി. അവരെ ഒട്ടും നിരാശപ്പെടുത്താതെ തന്നെ വിശ്വയും സഹകരിച്ചു. മിത്രയെയും ടീനെയും ഉച്ചവരെ അവൻ അങ്ങോട്ട് പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നുവെങ്കിലും അവർ ആ വഴി വന്നില്ല. ഉച്ചയ്ക്ക് ശേഷം കിച്ചണിൽ വേണ്ടുന്ന കുറച്ചേറെ സാധനങ്ങൾ വാങ്ങിക്കാൻ വിശ്വയും മുരുകനും കൂടി ടൗണിലേക്ക് പോയതോടെ മിത്ര വന്നപ്പോൾ അവരെ കണ്ടതുമില്ല. മിത്രക്ക് അവരൊന്ന് അന്വേഷിച്ച് നോക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ ടീനയുടെ താല്പര്യമില്ലായ്മ, പിന്നെ ഇന്നും അന്വേഷിച്ച് ചെല്ലുമ്പോൾ അവർക്കത് ബുദ്ധിമുട്ടാവുമോ എന്നുള്ളൊരു ആശങ്ക, അതുകൊണ്ട് മാത്രം അവളതിന് മുതിർന്നതുമില്ല. വെള്ളിയാഴ്ച അന്ന് ലാസ്റ്റ് പീരീഡ് നിൽക്കാതെ ടീനയും മിത്രയും കോളേജിൽ നിന്നിറങ്ങി. ഡി നിക്ക്, ഞാനൊന്ന് വാഷ്റൂം പോയിട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് ടീന ധൃതിയിൽ പോയതും മിത്ര വെറുതെ ക്യാൻറ്റീൻ പരിസരത്തേക്കൊന്ന് നോക്കി. വെറുതെ ഒരു തോന്നലിൽ അവൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ എവിടെയോ പോകാൻ വേണ്ടി ഇറങ്ങി വരുന്ന വിശ്വയുടെ മുന്നിലേക്കായിരുന്നു. അവളെ കണ്ടതും ഒരു നിമിഷം അവൻ അവിടെ തന്നെ നിന്നു. അവനെ കൺമുമ്പിൽ കണ്ടതും മിത്രക്കും പിന്നെ മുന്നോട്ട് പോകണോ അതോ തിരിഞ്ഞു പോകണോ എന്നൊരു കൺഫ്യൂഷൻ ആയിരുന്നു. ഏയ് മിത്ര! പക്ഷേ ഒരു നിമിഷം കൂടി കഴിഞ്ഞു ചിരിച്ചുകൊണ്ട് വിശ്വ അവളുടെ അരികിലേക്ക് വന്നു. ഇതെന്താണോ ബാഗുമായിട്ട്? കോളേജ് ടൈം കഴിഞ്ഞില്ലല്ലോ, ചാടാനുള്ള ഉദ്ദേശത്തിലാണോ? മിത്രയെ നോക്കി വിശ്വ ചിരിയോടെ ചോദിച്ചു. ഇല്ല, ഞങ്ങളിന്ന് വീട്ടിലേക്കാ, അതുകൊണ്ട് ലാസ്റ്റ് വീട്ടിൽ നിൽക്കാൻ കുറച്ച് നേരത്തെ ഇറങ്ങിയതാ. മിത്രയും ചിരിയോടെ അവനെ നോക്കിക്കൊണ്ട് മറുപടി പറഞ്ഞു. ഞങ്ങൾ? നെറ്റി വിളിച്ചുകൊണ്ട് വിശ്വ അവൾക്ക് പുറകിലേക്ക് നോക്കി. എന്റെ കസിൻ ടീന, അവൾ വാഷ്റൂമിൽ പോയതാ, ഇപ്പൊ വരും. അവന് നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലായതുപോലെ മിത്ര പറഞ്ഞ വിശ്വന്ന് തലയാട്ടി. കൂടെയുള്ള കസിനാണല്ലേ? ഞാൻ കരുതി കൂട്ടുകാരിയായിരിക്കുന്നു. ആളോട് പറയുമ്പോഴും തലേന്ന് മുരുകൻ ടീനെ കുറിച്ച് പറഞ്ഞതായിരുന്നു വിശ്വയുടെ മനസ്സിൽ. ടീന എന്റെ കസിനാ, കൂട്ടുകാരിയാ, മിത്രയും ചിരിയോടെ പറഞ്ഞു. ഇന്നൊന്ന് വീട്ടിലേക്ക് പോന്നു, എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടോ? വിശ്വ വീണ്ടും വീണ്ടും സംസാരിക്കാനുള്ള വിഷയങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. നേരിട്ട് ഇതുപോലെ സൗഹൃദപരമായി തമ്മിൽ മിണ്ടിയിട്ടില്ല. എന്നിട്ട് ഒരു പ്രാവശ്യം ഫോൺ വിളിച്ചും 3-4 പ്രാവശ്യം ചാറ്റ് ചെയ്തും കൊണ്ടാണ് അവർക്ക് അത്ര ഒഴുക്കോടെ സംസാരിക്കാൻ കഴിയുന്നു. ഫംഗ്ഷനൊന്നുമില്ല, ചുമ്മാ ടീനക്ക് വീട്ടിൽ പോകണമെന്ന് പറഞ്ഞു, അതുകൊണ്ട് ഞാനും പോകുന്നു. ഓ, താൻ ഹോം സ്റ്റേക്കുള്ള ആളാണല്ലേ? അപ്പോൾ വിശ്വ കുസൃതിയോടെ അവളെ നോക്കി. അതുകൊണ്ടല്ല, എനിക്ക് വീട് മാറിയത് നല്ല പരിചയമുണ്ട്, അവൾക്കതില്ല, അതിൻ്റെ ചെറിയൊരു പ്രശ്നമാണ്. അപ്പോൾ ഇയാൾ പുറത്താണോ പഠിച്ചത്? ആളെക്കുറിച്ച് എല്ലാം അറിയാവുന്ന ഒരാളുടെ ഭാവമയില്ലായിരുന്നു വിശ്വകഥ ചോദിക്കുമ്പോൾ. അതെ, പഠനം മൊത്തം തീർന്ന, നാട്ടിലെ കോളേജിൽ പഠിക്കാനുള്ള ആഗ്രഹം കൊണ്ട് വന്നു ചേർന്ന ഇവിടെ. ചെറിയൊരു കോഴ്സ് എടുത്തിട്ട് അതൊന്ന് എൻജോയ് ചെയ്യാനായിരുന്നു ഇവിടെ അഡ്മിഷൻ എടുക്കുമ്പോൾ എൻ്റെ പ്ലാന്. മിത്ര ചിരിയോടെ അവനെ നോക്കി. സ്വകാര്യതയിലേക്ക് ഇടിച്ചു കയറാതെ എന്നാൽ നമ്മൾ കംഫേർട്ട് ആവുന്ന പോലെ സംസാരമായിരുന്നു വിശ്വക്ക്. അതുകൊണ്ട് ആൾക്കൊരു അപരിചിത്വവും ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഇല്ലാതിരിക്കാൻ അവനും മനഃപൂർവ്വം അങ്ങേറ്റം ശ്രമിക്കുന്നുണ്ടെന്നപ്പോൾ അവൾ അറിഞ്ഞുമില്ല. എന്നിട്ട് എന്തു പറ്റി? ആ എൻജോയ്മെന്റ് നടക്കുന്നില്ലേ ഇവിടെ? വീശിയൊരു ചിരിയോടെ ചോദിച്ചു. അങ്ങനെ ചോദിച്ചാൽ തുടക്കം തന്നെ പാളിപ്പോയി. അത് തീർക്കും മുന്നേ മറ്റൊരു പ്രോബ്ലം. ഇതൊന്നും എൻ്റെ പ്ലാനിൽ ഇല്ലാത്തതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു വിഷയക്കറിയാലോ എല്ലാം. താൻ ഉദ്ദേശിച്ചവന് മനസ്സിലാകുമോ എന്നൊരു ആശങ്കയോടെ മിത്ര വിശ്വയെ നോക്കി. അവരുടെ ഭാഗത്തുനിന്ന് പിന്നെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? വിശ്വ അത് ഗൗരവത്തോടെയാണ് ചോദിച്ചത്. ഏയ്, ഇതുവരെ ഇല്ല. മിത്ര അവനെ നോക്കി. പക്ഷെ ഇയാളത് വിട്ടുകളരുത് കേട്ടോ, ജസ്റ്റ് ഒന്ന് അലർട്ടായിരിക്കണം. രാഹുല് പ്രശ്നമില്ല, നിതിൻ അവൻ്റെ കാര്യം വിശ്വസിക്കാൻ പറ്റില്ല, രാഷ്ട്രീയക്കാരനാണ്, എന്തും ചെയ്യാൻ യാതൊരു ഉളുപ്പുണ്ടാവില്ല എന്ന് കരുതി തൻ്റെ എൻജോയ്മെന്റ് വേണ്ടെന്നല്ല ഞാൻ ഉദ്ദേശിച്ചു. അവർക്ക് നമ്മളായിട്ടൊരു അവസരം കൊടുക്കരുതെന്നാ. വിശ്വ ഓർമ്മിപ്പിക്കുമ്പോൾ മിത്ര മനസ്സിലായെന്ന പോലെ തലയാട്ടി സമ്മതിച്ചു. 2 ദിവസം ഞാൻ ലീവായപ്പോഴും എൻ്റെ മനസ്സിലാവുണ്ടായിരുന്നു ആരും വല്ല പ്രശ്നം ഉണ്ടാക്കുമെന്ന്. വിശ്വ പറയുമ്പോൾ മിത്ര ഒന്നും മിണ്ടാതെ അവനെ നോക്കി. ഓ, അത് ചോദിക്കാൻ വിട്ടു, തലവേദന പോയോ? പെട്ടെന്ന് ഓർമ്മ വന്ന പോലെ മിത്ര വിശ്വയോട് ചോദിച്ചു. അവൾക്ക് ജില്ല വിട്ട് കാണാം. അതിനവളെന്തോ ചിരിയോടെ ഉത്തരം പറയും മുന്നേ ടീന അങ്ങോട്ട് വന്നു. വിശ്വയെ മിത്രയുടെ കൂടെ കണ്ടതിന്റെ എല്ലാ കനവും അവളുടെ മുഖത്തുണ്ട്. വിശ്വക്കും മിത്രക്കും അത് മനസ്സിലാവുകയും ചെയ്തു. നീ എന്താ ഇവിടെ? ഞാൻ അവിടേക്ക് തെരഞ്ഞു, നിന്നോട് ഞാൻ അവിടെയല്ലേ നിൽക്കാൻ പറഞ്ഞേ? ടീന അനിഷ്ടത്തോടെ മിത്രയെ നോക്കി. പോയാലെന്നാ? മിത്ര പക്ഷെ അവളുടെ ആ ചോദ്യത്തിനെയോ ഭാവത്തിനെയോ ഗൗനിക്കാതെ തിരിച്ചു ചോദിക്കുമ്പോൾ ടീന വിളറിപ്പോയി. ഹായ് ടീന, ഇയാൾ ഓക്കെ അല്ലേ? വിശ്വ മനഃപൂർവ്വമാണ് അവളോട് അങ്ങനെ ചോദിച്ചത്.
അത് ഞാൻ തന്നെ ബോധിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. എടുത്തടിച്ചപ്പോഴുള്ള മറുപടി മിത്ര കൂടിയുള്ളതായിരുന്നു. മിത്ര പകപ്പോടെ ടീനയെ നോക്കിയെങ്കിലും അത് തന്നെയാണ് അവളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതെന്നായിരുന്നു വിശ്വയുടെ ഭാവം. താൻ എന്തിനാണോ ഇത്രയും ദേഷ്യം കാണിക്കുന്നത്? തന്റെ ഭാവം കാണുമ്പോൾ ആർക്കും തോന്നാവുന്ന ഒരു സംശയം. അതാ ഞാൻ ചോദിച്ചത്. വിശ്വന്റെ ഭാവം ക്ലിയർ ചെയ്തു. നോക്കി മിസ്റ്റർ വിശ്വ, കാര്യം നിങ്ങൾ ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്. അത് വളരെ വലിയൊരു സഹായം തന്നെയായിരുന്നു, സമ്മതിച്ചു. പക്ഷെ അത് പറഞ്ഞുകൊണ്ടൊരു സെന്റിമെന്റൽ ഡ്രാമ കളിക്കാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നെങ്കിൽ തൽക്കാലം എനിക്ക് താല്പര്യമില്ല. ഇവൾക്കുമില്ല. റിയലി സോറി. ടീനയുടെ മുഖം വല്ലാതെ വലിഞ്ഞുമുറിയ പറയുമ്പോൾ, കോളേജ് ലൈഫ് എൻജോയ് ചെയ്യാൻ വന്നാൽ ഞാനിവളും. ഇത് കഴിഞ്ഞ് എന്ത് വേണമെന്ന് എനിക്ക് ഇവൾക്ക് വ്യക്തമായിട്ടുള്ള പ്ലാനുണ്ട്. ദയവായി നിങ്ങൾ അതിനിടയ്ക്കാരി വെറുതെ പ്രശ്നം ഉണ്ടാക്കരുത്. കിട്ടിയ അവസരം കൊണ്ട് ടീന പറയുമ്പോൾ അതിൽ വിശ്വയുള്ള ദേഷ്യം മുഴുവനുമുണ്ട്. ടീന വിശ്വയൊന്നും മിണ്ടിയില്ല. എന്നാൽ അവൾക്ക് നേരം മിത്രയുടെ സ്വരം ഉയർന്നു. നീ മിണ്ടരുത് മിത്ര. നിന്നോട് ഞാൻ എപ്പോഴും പറയാറില്ലേ, വിദേശത്ത് പഠിച്ചുകൊണ്ട് വളർന്നുകൊണ്ട് നിനക്ക് നാടിന്റെ പൾസി ശരിക്കും അറിയില്ലെന്ന്. അതുപോലെ തന്നെ ഇവിടെയുള്ള കുറെ നന്മയുടെ കുപ്പായിട്ട് ദുഷ്ടന്മാർ കൂടിയുണ്ട്. നിനക്ക് അവരറിയില്ല. അത് തന്നെ എനിക്ക് എപ്പോഴും പറയാം. ഇവരുടെയൊക്കെ ഉദ്ദേശം വേറെയാണ്. നിനക്ക് മനസ്സിലാവില്ല. അത് നിന്റെ കുറ്റവുമല്ല. ടീനക്ക് പക്ഷെ യാതൊരു കൂസലുമില്ല. ഇനിയും പറയാതെ മിണ്ടാൻ നിന്നാൽ വിശ്വളോട് കൂടുതൽ അടുക്കുമോ എന്നും അത് എബിയുടെ മനസ്സിലാവുള്ള ഇഷ്ടത്തിനൊരു വിലങ്ങ് തടിയാവുമോ എന്നും മാത്രമായിരുന്നു അപ്പോഴും ടീനയുടെ മനസ്സിൽ. വിശ്വൾ പറയാനുള്ള മുഴുവൻ പറയട്ടെ എന്നൊരു ഭാഗത്തിൽ ശാന്തമായി കൈകെട്ടി നിന്നു. നോക്കി വിശ്വ, ഇയാളോട് എനിക്ക് യാതൊരു ദേഷ്യമില്ല. അത് പറയുമ്പോഴും ടീനയുടെ കണ്ണുകളിൽ തന്നോടുള്ള ദേഷ്യം തിളക്കുന്ന വിശ്വ വ്യക്തമായും കാണുന്നുണ്ട്. പക്ഷെ അവനൊന്നും മിണ്ടാവുന്ന ചിരിക്കുക മാത്രം ചെയ്തു. മിത്ര എന്തോരണമെന്നറിയാവുന്ന നിൽപ്പാണ്. ഇയാൾ ചെയ്ത സഹായം മറന്നിട്ടില്ല, മറക്കുകയില്ല. ഇനി അതിന്റെ വാല് പിടിച്ച മറ്റൊരു പ്രശ്നത്തിലേക്ക് ചാടാൻ താല്പര്യമില്ലെന്നുകൊണ്ട് മാത്രമാണ് എന്നെ കൊണ്ട് ഇത് പറയിപ്പിക്കുന്നത്. ദയവായി മനസ്സിലാക്കണം. ടീന വിശ്വയെ അടുപ്പിച്ച് നോക്കി. താൻ പറയടോ, എനിക്ക് മനസ്സിലാവും. വിശ്വ അപ്പോഴും ശാന്തത കൈവിട്ടിട്ടില്ല. അത് തന്നെയായിരുന്നു മിത്ര ശ്രദ്ധിച്ച്. ഇനി ഇവിടെ അരിയിലേക്ക് വരരുത്. അത് ഇവൾക്ക് തന്നെയാ പ്രശ്നം. ഇയാൾ ചെയ്തെന്ന സഹായം അത് വെറുതെ എന്ന് തോന്നിക്കഴിഞ്ഞാൽ എത്ര കാശ് വേണമെങ്കിൽ പറഞ്ഞു അത് തരാം. ടീന, മൈൻഡ് യുവർ വേർഡ്സ്. അതുവരെയും ടീന വിളിച്ചു പറയുന്ന കേട്ടിട്ട് മിണ്ടാന്നെങ്കിലും ആൾ വിശ്വയുടെ ആത്മാർത്ഥക്കും സഹായത്തിനും വില പറയുന്ന കേട്ടതും മിത്ര ദേഷ്യം സഹിക്കാൻ വയ്യാതെ ടീനയുടെ മുന്നിലേക്ക് കയറി നിന്നു. ആളുടെ ആ ഭാവം ടീന വിറച്ചുകൊണ്ട് പിന്നിലേക്ക് നീങ്ങി. ഒരക്ഷരം നീ ഇനി മിണ്ടിയാ. പല്ലിയടിച്ചുകൊണ്ടോ ടീനക്ക് നേരെ വിളിച്ചുകൊണ്ടി. മിത്ര, ഞാൻ എനിക്ക് വേണ്ടി ഇവൻ വീണ്ടും. ടീന വാക്കുകളുടെ മൂർച്ചയിൽ പതറിപ്പോയി. എന്നിട്ടും വാക്കുകൾ പെറുക്കി കുട്ടികൾ വീണ്ടും മിത്രയ്ക്ക് വേണ്ടി സംസാരിക്കാൻ തുനിഞ്ഞു. മിണ്ടരുതെന്ന് പറഞ്ഞ നിന്നോട്. ഇപ്രാവശ്യം മിത്ര ദേഷ്യം കൊണ്ട് വിറക്കുന്നുണ്ട്. ആളുടെ ശബ്ദമല്ലാതെ ഉയർന്നു. വിശ്വ അമ്പരപ്പോടെ തനിക്ക് മുന്നിലുള്ളവളെ നോക്കി നിൽപ്പാണ്. മിത്ര, അതല്ലടി. ടീന വീണ്ടും എന്തോ പറയാൻ തുടങ്ങി. സോറി വിശ്വ, റിയലി സോറി. വിശ്വക്ക് നേരെ തിരിഞ്ഞിട്ട് ആ മാത്രം പറഞ്ഞുകൊണ്ട് ടീനയുടെ കയ്യും പിടിച്ച് വലിച്ചുകൊണ്ട് മിത്ര മുന്നോട്ട് നടന്നു. മിത്ര, ഒരു നിമിഷത്തെ പകപ്പിന് ശേഷം വിശ്വ പിന്നിൽ നിന്ന് ഉറക്കി വിളിച്ചു. എന്നിട്ടവൾ നിന്നില്ല. എന്തോ വാശി പോലെ ധൃതിയിൽ നടക്കുകയാണ്. ടീന കൂടെ കൂടെ പിന്നിലേക്ക് നോക്കുന്നുണ്ട്. അപ്പോഴും ഞാനൊരു വിഡ്ഢിയാണെന്ന് തോന്നലുണ്ട് നിനക്ക്? ദേഷ്യം മാത്രം നിറഞ്ഞ മിത്രയുടെ ചോദ്യത്തിന് നേരെ ടീന പകച്ചു നോക്കി. ഉത്തരം പറ ടീന. പല്ലിയടിച്ചുകൊണ്ട് അവൾ ആവശ്യപ്പെടുമ്പോൾ ടീന അല്ലെന്ന് തലയാട്ടി. 6 വയസ്സിനുള്ള ബുദ്ധിയും പക്വത എനിക്കില്ലെന്ന് തോന്നിയിട്ടുണ്ടോ നിനക്ക്? വീണ്ടും ചോദ്യം. വന്നപ്പോൾ മുതലുള്ള അവളുടെ ഭാവം അതായിരുന്നു ടീനയെ ഭയപ്പെടുത്തിയത്. അന്നോളം അവൾ കാണാത്തൊരു മിത്ര. ദേഷ്യം അവൾക്കുണ്ടെന്നറിയാം. പക്ഷെ അതിന് ഇത്രമേൽ ആഴമുണ്ടെന്ന് ടീന അന്നാദ്യമായി മനസ്സിലാക്കി. മിത്രയുടെ ആ ചോദ്യത്തിനും ടീന ഇല്ലെന്ന് തലയാട്ടി. അങ്ങോട്ട് പോയി വിശ്വയോട് അങ്ങനെയൊക്കെ പറയാൻ തോന്നിയ നിമിഷത്തെ ശപിച്ചുകൊണ്ടായിരുന്നു ടീന അത്രയും നേരം മിത്രയുടെ മുന്നിൽ നിന്നു. സത്യത്തിൽ അത്രയും പറയണമെന്നൊന്നും കരുതിപ്പോയതല്ല. ആരും ഒരുമിച്ച് കണ്ടപ്പോൾ തന്റെ മനസ്സിലുള്ള ഭയമായിരുന്നൊക്കെ വിളിച്ചു പറയാനുള്ള കാരണം. അതാണിപ്പോൾ വിനയായി തീർന്നു. ഈ ലോകത്തെക്കുറിച്ച് ഇവിടെ നടക്കുന്ന അനീതികളെക്കുറിച്ചും എനിക്കൊരു ധാരണയില്ലെന്നാണോ നീ കരുതി വെച്ചിരിക്കുന്നത്? മിത്ര ചോദ്യങ്ങൾ തുടരുകയാണ്. എൻ്റെ പൊന്നും മിത്ര, നിന്നോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു, പറ്റിപ്പോയി. ഞാൻ അറിയാതെ പറഞ്ഞു പോയതാ. അവനെപ്പോലെ ഒരാളുടെ കൂടെ നീ. മിത്രയുടെ നോട്ടം കണ്ടതും ടീനക മുഴുവൻ പറയാൻ കഴിഞ്ഞില്ല. വിശ്വ, നീ എന്തിന്റെ ബേസിലായിട്ട് എന്നെ മോശമായിട്ട് കാണുന്നത്? ആ നിന്നോട് മോശമായിട്ട് എന്തെങ്കിലും പറയോ പ്രതികയോ ചെയ്തോ? മിത്ര ടീനയുടെ നേരെ തുറിച്ചു നോക്കി. ആൾക്കൊരു മറുപടി കൊടുക്കാനില്ലാത്തതുകൊണ്ട് തന്നെ ടീന മുഖം തിരിച്ചു. നീ ചെയ്തൊരു സഹായത്തിന് അത് ഏറ്റുവാങ്ങിയ ഒരാൾ വന്നിട്ട് വിലയിട്ടാ ഇതുപോലെ മോശമായിട്ട് പ്രതികരിച്ച അതിൽ ചെയ്തെന്ന സഹായത്തിന് പകരം കൂടുതൽ അടുത്തുകൂടി മിസ്യൂസ് ചെയ്യുന്നുണ്ടെന്ന് ആരോപണം പറഞ്ഞ ഇന്ന് വിശ്വ കേട്ടുന്ന പോലെ അത്രയും കൂളായിട്ട് നിൽക്കാൻ നിനക്ക് പറ്റുമോ? മിത്ര ചോദിക്കുമ്പോൾ ഇല്ലെന്ന് ടീന വേഗം തലയാട്ടി. അതോടെ മിത്രയിൽ ഒരു പുച്ഛഭാഗം നിറഞ്ഞു. ഹൈസ്കൂൾ കാലം മുതൽ ഞാൻ ഒറ്റയ്ക്ക് നിന്ന് പഠിച്ചവളാ ടീന. അത് ഹോസ്റ്റലിൽ റെന്റ് ഹൗസിലെല്ലാം എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ ഒറ്റയ്ക്കായിരുന്നു ചെയ്തിരുന്നു. അതെനിക്ക് കഴിയുന്ന എൻ്റെ അച്ഛനും എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു. അന്യനാട്ടിൽ അടുത്ത ബന്ധങ്ങൾപ്പെട്ട ആരുമില്ലാതെ വർഷങ്ങളോളം ഒറ്റയ്ക്ക് എനിക്കതിന് കഴിഞ്ഞുവെങ്കിൽ എനിക്ക് ഇനി അതിന് കഴിയും. അത്രയും കാലം എൻ്റെ പിറകെ കെയർ ചെയ്യാൻ ആരും ഇല്ലായിരുന്നു. എനിക്ക് തോന്നിയ പോലെ ജീവിക്കായിരുന്നു. അതാരും അറിയുക പോലും ചെയ്യില്ല. എന്നിട്ടൊരു അബദ്ധത്തിന് പോയി ചാടിയില്ല. ഒരു ചീത്തപ്പേരും കേൾപ്പിച്ചിട്ടില്ല. ആരും എന്നെക്കുറിച്ച് മോശമായിട്ട് പറയാനുള്ള ഒരു സാഹചര്യം ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. അതറിയില്ലേ നിനക്ക്? മിത്ര ടീനയുടെ നേരെ നോക്കി. എടി, നീ മോശമായിട്ട് പെരുമാറിയെന്നൊന്നല്ല ഞാൻ ഉദ്ദേശിച്ച്.
ടീനയ്ക്ക് തന്നെ മനസ്സിലുള്ള അവളോട് ഇങ്ങനെ പറഞ്ഞു പഠിപ്പിക്കുന്ന അറിയാത്തൊരു ധർമ്മസങ്കടമുണ്ട്. എബിക്ക് വേണ്ടിയെന്ന് കൂടി ഇപ്പോൾ അവളോട് പറഞ്ഞാൽ അവൾ തന്നെ ചുട്ടൂല്ലെന്നറിയാവുന്ന ടീന അതിനെക്കുറിച്ച് ഒരു അക്ഷരം മിണ്ടാതെ നിൽക്കാൻ തന്നെ തീരുമാനിച്ചു. പിന്നെ വിശ്വ മോശമായി പെരുമാറിയെന്നാണോ? മിത്രയുടെ ചോദ്യത്തിന് മൂർച്ചയേറി. അവനൊന്ന് അങ്ങോട്ട് വന്നിട്ട് എന്നെ രക്ഷിക്കേണ്ട യാതൊരു കാര്യമില്ലായിരുന്നു. ഒരിക്കൽ നിന്നോട് ഇതിനെക്കുറിച്ച് ഞാൻ വിശദമായിട്ട് പറഞ്ഞു തന്നാ. പക്ഷെ അതൊന്നും തന്നെ നിനക്ക് മനസ്സിലായിട്ടില്ലെന്ന് എനിക്ക് മനസ്സിലായി. അതൊന്നും മനസ്സിലാക്കിയിരുന്നെങ്കിൽ നീ ഇന്ന് അങ്ങനെയൊക്കെ വിളിച്ചു പറയോ? മിത്ര കലിയോടെ മുഖം തിരിച്ചു. ഒരു ദീർഘനിശ്വാസത്തോടെ ടീന ഇരുന്നിടന്ന് എഴുന്നേറ്റു. സോറി ഡി, നിനക്ക് ഇത്രയും ഫീൽ ചെയ്യുന്ന ഞാൻ കരുതിയില്ല. അപ്പോഴത്തെ ദേഷ്യത്തിന് ഞാനും എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞും പോയി. ടീന അനുനയത്തിനൊരുങ്ങി. മിത്ര അടഞ്ഞാൽ പിന്നെ ഇണക്കിയെടുക്കാൻ അത്ര എളുപ്പമല്ലെന്ന് അവൾക്കും അറിയാം. നിനക്ക് എന്തിനാ ടീന വിഷയോട് ഇത്ര ദേഷ്യം? മിത്ര തിരിഞ്ഞിരുന്നോട് ചോദിച്ചു. ടീന ഒരു നിമിഷം ഞെട്ടി. അതിൻ്റെ ഉത്തരം അവൾക്ക് മിത്രയോട് പറയാൻ വയ്യല്ലോ. അതവൾ തന്നെ കൊണ്ടിപ്പോൾ പറയിപ്പിക്കുമോ എന്നൊരു വെപ്രാളമായിരുന്നു ടീനക്ക്. പിന്നെ സോറി, നീ എന്നോട് എന്തിനാണ് സോറി പറയുന്നത്? നിന്റെ ഇന്നത്തെ പ്രഹസനം മുഴുവൻ വിശ്വക്ക് നേരെയായിരുന്നു. അത്രയും വലിയൊരു ഉപകാരം ചെയ്തു തന്നിട്ടും ഈ വിധം കേൾക്കാൻ വേണ്ടി നമുക്ക് മുമ്പിൽ വന്നിരുന്നപ്പോൾ അവനെത്ര ഫീൽ ചെയ്താണെന്ന് നീ ഓർത്തോ? മിത്രയുടെ മുഖം കൂടുതൽ വലിഞ്ഞു മുറുകി. ഞാൻ അവനോട് സോറി പറഞ്ഞോളാടി. ടീന മിത്രയുടെ കയ്യിൽ പിടിച്ചു. എനിക്ക് വേണ്ടിയോ? മിത്ര അവളെ ചെറിഞ്ഞു നോക്കി. അല്ല, എനിക്ക് വേണ്ടി തന്നെ. ഞാൻ അങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നു. എനിക്ക് അവനോട് ദേഷ്യമൊന്നുമില്ല. അത് പറയുമ്പോഴും ഇന്നോളം മിത്ര തന്നോട് ഈ വിധം പെരുമാറിയിട്ടില്ലെന്നും കുറ്റപ്പെടുത്തി സംസാരിക്കാൻ ശ്രമിച്ചിട്ടില്ലെന്നും ഓർത്ത ടീനയ്ക്ക് ഇന്നിപ്പോൾ അതിന്റെ കാരണക്കാരനായ വിശ്വയോട് തീർത്താൽ തീരാത്തത്രയും ദേഷ്യവും പകയും തോന്നുന്നുണ്ടെന്നായിരുന്നു സത്യം. അവനുമായി ചെറിയൊരു പരിചയമുള്ളപ്പോൾ തന്നെ ഇവൾ ഇത്രയും മാറിപ്പോയെങ്കിൽ ഇനി അവനുമായി കൂടുതൽ അടുത്താൽ എന്നേക്കുമായി മിത്ര തങ്ങളിൽ നിന്ന് അകന്നു പോകുമോ എന്നും ടീന ഭയന്നു തുടങ്ങി. പക്ഷേ അവൾക്കൊന്നിനും വയ്യായിരുന്നു. അവനോട് ദേഷ്യം തോന്നാൻ വേണ്ടി വിശ്വ നമ്മളോടൊന്നും തന്നെ ചെയ്തില്ലല്ലോ ടീനെ. ഒന്നടങ്ങിയ പോലെ മിത്ര കസേരയിലേക്കിരുന്നു. അവൾ ടീനുകൾക്ക് ആശ്വാസം തോന്നി. വന്നപ്പോൾ മുതൽ തുടങ്ങിയ ദേഷ്യമാണ്. അവൻ ചെയ്തെന്ന സേവനങ്ങൾക്ക് വിലയിടാൻ പോലും നമ്മൾ കഴിയില്ല. കാരണം ഈ ലോകത്തിൽ എന്തു കൊടുത്താലും അവൻ്റെ ആ സഹായിക്കാനുള്ള മനസ്സിന് മുന്നിൽ ഒന്നുമല്ല. ഉള്ളിൽ വിശ്വയോടുള്ള രോഷം നിറഞ്ഞു നിൽക്കുമ്പോഴും മുകളിൽ നിൽക്കിയ ടീനക്ക് മാർഗമുണ്ടായിരുന്നുള്ളൂ. ആ സഹായത്തിന് മുൻനിർത്തി ഒരു സൗഹൃദത്തിന് പോലും വിശ്വ ശ്രമിച്ചിട്ടില്ല, മിസ്യൂസ് ചെയ്തിട്ടില്ല. ഞാൻ അവനെ വിളിച്ചത്, ഞാൻ അവനോട് ചാറ്റ് ചെയ്തുകൊണ്ട് വിശേഷം ചോദിച്ച്, ഇന്നും ഞാൻ അവനോട് അങ്ങോട്ട് പോയി സംസാരിച്ച്. മിത്രയുടെ ആ വെളിപ്പെടുത്തൽ ടീനയുടെ ആശങ്ക വളരുകയാണ്. പക്ഷേ ഒരക്ഷരം മിണ്ടാതെ ആൾ മിത്രയുടെ അരികിൽ തന്നെ ഇരുന്നു. അപ്പോഴൊന്നും മോശമായിട്ടൊരു നോട്ടം പോലും അവനിൽ നിന്ന് എനിക്ക് നേരെ വന്നിട്ടില്ലെന്ന് തന്നെയാണ് ഞാൻ വിശ്വയിൽ കാണുന്ന ക്വാളിറ്റി. മിത്ര ഒന്ന് ശ്വാസം എടുത്തു. എണ്ണിയാൽ ഒടുങ്ങാത്ത അത്രയും കൂട്ടുകാരുണ്ട് എനിക്ക്. നിന്നേക്കാൾ കൂടുതൽ ലോകം കണ്ടത് ആളുകളുമായി ബന്ധപ്പെടുത്തിയ ഞാൻ തന്നെയാണ് ടീന. എനിക്ക് ഇവിടുത്തെ സിസ്റ്ററിലെന്ന് നീ പറഞ്ഞത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? എല്ലായിടത്തും ഉണ്ട് നല്ലതും മോശമായ സാഹചര്യങ്ങളും ആളുകളും. അവസരം കിട്ടിയാൽ തനി ഗുണം കാണിക്കുന്ന മനുഷ്യർ ഈ നാട്ടിൽ മാത്രമല്ല, ലോകത്തെ എല്ലായിടത്തും ഉണ്ട്. അവർക്കിടയിൽ ഒറ്റയ്ക്ക് ജീവിച്ച പോലും എനിക്കൊരു ആശങ്ക ഉണ്ടായിട്ടില്ല. എനിക്ക് എന്നെ അറിയാം. എനിക്ക് സംരക്ഷണം നൽകാൻ വേറെ ആരെയും ഞാൻ ഇതുവരെ ആശ്രയം തേടിയിട്ടില്ല. ഇനിയും അത് അങ്ങനെ തന്നെയാവും. ആളെന്താണ് ഉദ്ദേശിച്ചതെന്ന് ടീനയ്ക്കും വ്യക്തമായി. പക്ഷെ ഒന്നും മിണ്ടിയില്ല. വളരെ മോശമായിട്ടൊരു സാഹചര്യത്തിലാണ് പരിചയപ്പെട്ടെങ്കിലും എൻ്റെ മനസ്സിൽ വിശ്വക്കൊരു ബാഡ് ഇമേജ് ഇല്ല. നിനക്ക് എങ്ങനെയായിരുന്നാലും അത് നിന്റെ പേഴ്സണൽ ഇഷ്യൂ മാത്രമാണ്. മിത്ര നോക്കിയപ്പോൾ ടീന അവളെ നോക്കാൻ മുഖം തിരിച്ചു പിടിച്ചു. സ്വന്തം സ്ഥാപനത്തിൽ പോലും ഭീഷണിയുണ്ടെന്ന് വ്യക്തമായിട്ട് അറിഞ്ഞിട്ടും രാവിലെ മുമ്പിൽ എന്നെ മാപ്പ് പറയാൻ സമ്മതിക്കാതിരുന്ന് അവൻ്റെ മനസ്സിൽ തീർച്ചയായിട്ടും നന്മയുടെ ഒരു ഇത്തിരിയെങ്കിലും കാണാതിരിക്കില്ല. അതുകൊണ്ട് എന്നെ വഴിക്ക് വിട്ടേക്കണം. അനാവശ്യമായിട്ട് ഞാൻ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നിയാൽ തീർച്ചയായിട്ടും അതിനോട് പറയാം. പക്ഷേ അതൊരാളുള്ള ദേഷ്യം കൊണ്ടായിരിക്കരുത്. നിനക്കതിനുള്ള അവകാശമുണ്ട്. മിത്രയുടെ സ്വരം അങ്ങേറ്റം പരുഷമാണ്. ഉള്ളിൽ വല്ലാത്തൊരു വേദന തിങ്ങിയിട്ടുണ്ട്. പക്ഷേ എന്നിട്ടും ടീന ഒന്നും മിണ്ടാതെയിരുന്നു. ശരിയാ, നാടിനെയും നാട്ടുകാരെയും നിന്നോട് എനിക്കറിയില്ല, സമ്മതിച്ചു. പക്ഷേ തെറ്റും ശരിയും കണ്ട തിരിച്ചറിയാൻ കഴിവ് നിന്നെപ്പോൾ തന്നെ എനിക്കുണ്ട്. അത് നീ ഓർത്താൽ നന്ന്. ഞാൻ ചെറിയ കുട്ടിയൊന്നുമല്ല. പറഞ്ഞിരുത്തിയിട്ട് മിത്ര എഴുന്നേറ്റു. നിന്നോട് ഞാൻ ദേഷ്യം കൊണ്ട് പറഞ്ഞു തന്നല്ലേ ടീനെ, നീ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. എന്നോട് തന്നെ നിനക്ക് വിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ കുറച്ചായിട്ട് അതില്ലാതായി പോകുന്നുണ്ടോ എന്നൊരു തോന്നലുണ്ട് എനിക്ക്. അതുകൊണ്ട് പറഞ്ഞാ നീ ഒന്ന് മനസ്സിൽ വെച്ചേക്കില്ലേ? അത്രയും പറഞ്ഞ മിത്ര അകത്തേക്ക് കയറിപ്പോയിട്ടും ടീന അതേ ഇരിപ്പ് തുടർന്നു. ആൾക്ക് വല്ലാതെ ദേഷ്യം വരുന്നുണ്ട്, അതുപോലെ തന്നെ സങ്കടവും. ഇങ്ങനെയൊന്നും സംഭവിക്കുന്ന ഓർത്തില്ല. മിത്രയെ പറഞ്ഞിട്ട് കാര്യമില്ല, ആൾ ഇങ്ങനെയൊക്കെ തന്നെയാണ്. ആൾക്ക് ഇഷ്ടപ്പെടാത്ത അംഗീകരിക്കാൻ കഴിയാത്ത വെട്ടി തുറന്ന് പറയുന്നതിന് താനും അനേകം തവണ സാക്ഷിയാണ്. ഇന്നവൾ ആ പറഞ്ഞൊക്കെ സത്യവുമാണ്. ഒറ്റയ്ക്ക് ജീവിച്ച് പരിചയമുള്ളവളാണ്. തന്നേക്കാൾ ലോകം കണ്ടവളാണ്. താൻ വിശ്വയുള്ള ദേഷ്യമാണ് തീർത്തെങ്കിലും ആൾക്ക് അവളോടുള്ള വിശ്വാസത്തിനെതിരെ വെല്ലുവിളി നടത്തിയ പോലെ ആയിരിക്കും ഫീൽ ചെയ്ത്. വേണ്ടായിരുന്നു, താൻ കുറച്ചുകൂടി ക്ഷമ കാണിക്കണമായിരുന്നു. ഇനിയിപ്പോൾ ഇതിന്റെ പേരിൽ അവനോട് ക്ഷമ പറയേണ്ടി വരുമോ എന്നതിനേക്കാൾ ഈ കാരണം കൊണ്ട് അവളും അവനും തമ്മിൽ ഒന്നുകൂടി അടുപ്പമുണ്ടാകുമോ എന്നതായിരുന്നു അപ്പോഴും ടീനയുടെ ആശങ്ക. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.